ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു എന്താ പറയുക, ഒരു ഞെട്ടിപ്പോയൊരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നേട്ടെ ഞാൻ. ഇതൊരു റിയാക്ഷൻ വീഡിയോയിൽ ഉപരിയായിട്ട് ഇതൊരു റിയാലിറ്റി അല്ലേ, അതായത് 100% റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ ജീവ അപർണ അല്ലേ. അപ്പോൾ നല്ലൊരു ക്യൂട്ട് കപ്പിളാണ്, നല്ല അടിപൊളി റീൽസ്, അതുപോലെ തന്നെ അവരുടെ കണ്ടൻറ് ക്രിയേഷൻ ആയാലും ഒക്കെ അടിപൊളിയാണ്. അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു അടിപൊളി കപ്പിളാണ് ഇവരും. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് അപർണയും ജീവിയും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കറക്റ്റ് ആയിരിക്കില്ല, ഇവർ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് പറഞ്ഞതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളത് കണ്ടിട്ട് നേരെ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യാറില്ല. അതിൻ്റെ ഒരു വിശ്വാസ്യത എത്രയാണ് നോക്കിയിട്ടേ, അതായത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ കറണ്ട് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അത് കണ്ടപാടെ ഞാൻ എടുത്തൊരു വീഡിയോ ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം, അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്തെടുത്തു. അപ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ് അതിലൊക്കെ പറയുന്നത്. ജീവി അപർണി വേർപിരിഞ്ഞു, പ്രത്യേക ഇന്ന കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു കാരണം പറയുന്നില്ല, അവർ വേർപിരിഞ്ഞു. ഓക്കെ. പിന്നെ അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ ജീവ അപർണയെ അറിയാത്തവർക്കായിട്ട് നമുക്ക് അവരുടെ ഒരു ജസ്റ്റ് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങി വയ്ക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 7 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 7 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിപ്പിക്കാത്ത 7 വർഷമാണ്. അത് ഞാൻ എവിടെയും പറയും, സത്യം ഞാൻ എവിടെയും പറയും. ഞാൻ പറഞ്ഞത് 7 വർഷം സുഖിച്ചില്ലേന്ന്. 7 വർഷം നല്ല അടിപൊളി 7 വർഷം. നമ്മൾ ചോദിക്കുന്ന നാട്ടിൽ പിടിക്കുന്നില്ല. ഇപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ചോദിക്കാറുള്ളൂ, എവിടെ തിരിഞ്ഞാലും കുഞ്ഞൊന്നും വേണ്ടേ, ഒരു വർഷം ചോദിക്കാറില്ല. ഇത്രയും കഴിഞ്ഞപ്പോ ഇങ്ങനെ സുഖിക്കാമോ പയ്യൊക്കൊന്നും ഇനിയിപ്പോ അത് സാരല്ല, നമ്മളതങ്ങനെ അവരുടെ വിദ്യാഭ്യാസ കുറവായിട്ട് നമ്മൾ കണക്കാക്കി. ഞാൻ ചോദിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ജീവാ സ്റ്റേ അതല്ല അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തെടുത്തു. പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടി കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റയിൽ ഇവർ 2 അക്കൗണ്ട് നോക്കി, ജീവ അപർണ 2ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. ജീവ ജോസഫും അപർണ തോമസ് രീതിക്ക് 2 അക്കൗണ്ട് ഞാൻ സെർച്ച് ചെയ്തു. അതിൽ ജീവ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിലെ കാര്യങ്ങൾ ഒരു ഇംഗ്ലീഷ് പോസ്റ്റാണ്, അത് കുറച്ച് മലയാളത്തിൽ, അതായത് ഒരു എന്താ പറയുക, ബ്രീഫായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ എൻ്റെ ഒരു ഫാമിലി ആണെങ്കിൽ ഞങ്ങളെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേർന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഈ കാര്യം തുറന്ന് പറയാണ്. ഇനി ഞങ്ങളല്ല, അതായത് ജീവയും അപർണയും, ഞങ്ങൾ എന്നല്ല, അപർണയും അല്ലാതെ, ഞങ്ങൾ ജീവ അപർണ എന്നുള്ളതല്ലാതെ ജീവയും അപർണയും എന്നായിട്ടോ. അതായത് ഞങ്ങൾ എന്നുള്ളത് എന്തായി, ജീവയും അപർണയും, അതായത് അവർ വേർപിരിയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വേർപിരിയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇത് പക്വതയോടെ അവരെടുത്ത ഡിസിഷൻ പോലെ തന്നെ കേൾക്കുന്ന നമ്മളും അല്ലെങ്കിൽ അറിയുന്ന നമ്മളും അത് പക്വതയോടെ എടുക്കണം എന്നുള്ള രീതിക്കാണ് ജീവ നമ്മളിത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. വർഷത്തെ ദാമ്പത്യ ജീവിതം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, വേർപിരിയാണ്, എവിടെയോ എന്തോ തെറ്റ് പറ്റിയ രീതിക്കാണ് ജീവ പോസ്റ്റിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളെ ദമ്പതിമാർ എന്ന രീതിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, ഈ ഒരു സങ്കടകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ജീവ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കുറച്ച്, ഇപ്പോൾ ഇതിൽ നിന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പറയാൻ പറ്റുന്ന എന്താണ്, അവരുടെ ഇഷ്ടം അല്ലേ, നമുക്കിതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായമോ ഒന്നും പറയാനില്ല. ഇതൊരു കറക്റ്റ് ഡിവോഴ്സ് എന്ന് പറയുന്നത് അതെ അല്ലേ, അവർക്ക് തമ്മിൽ യോജിച്ച് പോകാൻ പറ്റുന്നില്ല അല്ലേ, എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് അവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അവർക്ക് എന്ത് പറ്റുന്നില്ല, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. സോ
ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കതിൽ കറക്റ്റ് ഡിസിഷൻ എന്നോ അല്ലെങ്കിൽ എന്താണ് തെറ്റായി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അത് തികച്ചും അവർ പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമാണ് അല്ലേ. അതിൽ നമ്മൾ എന്തെങ്കിലും പറയുക എന്നുള്ളത് അത് നമുക്ക് അവരെ പേഴ്സണലി അറിയില്ല അല്ലേ. അവരെങ്ങനെയാണ് അവർക്കേ അറിയുള്ളൂ അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു എന്തായാലും ഒരു കാരണമായിരിക്കും. വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് ലൈക്ക് ഹി സെഡ്, ട്രാൻസ്പെറൻസി ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന്? പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ വാട്ട് യു ഫീൽ? നോട്ട് റിയലി. അത്രയും വേണ്ട, അത്രയും ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ചൊക്കെ ആവാം, അത് എല്ലാം ഒന്നും നമ്മൾ എല്ലാവരോടും ഓപ്പൺ ആവണം എന്ന് ഞാൻ. ഇതിൽ 2 ഇൻ്റർവ്യൂ 2 അഭിപ്രായങ്ങളാണ് തുറന്ന് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിൽ അപർണ പറയുന്നു എന്താണ് എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യരുത്, തുറന്ന് പറയണം. പാർട്ട്നേഴ്സ് തമ്മിലൊരു ട്രാൻസ്പെറൻസിയാണ് മെയിനായിട്ട് വരുന്നത്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക വിട്ടുകൊടുക്കൽ, അതായത് എന്താണ് സാക്രിഫൈസിങ് ഒന്നും അല്ല അല്ലേ. സാക്രിഫൈസിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും ഒന്നും അല്ല. മെയിനായിട്ട് എന്താണ്, നമുക്ക് കമ്മ്യൂണിക്കേഷനാണ് വേണ്ടതെന്നുള്ളതാണ് അപർണയിൽ വ്യക്തമായിട്ട് അടിവരായിട്ട് പറയുന്ന കാര്യം. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിലായിട്ടും ഇത് നേരെ തലകുത്തനായി അല്ലേ. അത് ട്രാൻസ്പെറൻസി ഒക്കെ വേണം, അത്രയ്ക്കൊന്നും വേണ്ട, കുറച്ചൊക്കെ സീക്രസി ആവാം അല്ലേ. അങ്ങനെയാണ് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. അപ്പോൾ അതെന്താണ്, കാലം അവരെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എഫക്റ്റ് കാര്യമായിട്ടാണ് ബാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന്. ഇന്ന് ബ്രേക്കപ്പും ഡിവോഴ്സൊക്കെ സംഭവിക്കാൻ ഇങ്ങനെ അത് മതി അല്ലേ. ഇപ്പം ഞാൻ ജീവൻ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല, ഞാൻ ജീവയുടെ നോക്കില്ല, അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ഫസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, പെട്ടെന്ന് മുറി കണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത് I won't say adjustment, I won't say sacrifice, because that. അപ്പോൾ ഈ 2 ഇൻ്റർവ്യൂന്നും അല്ലെങ്കിൽ ഇത്രയും ഇൻ്റർവ്യൂസിൻ്റെ ബേസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവയും അപർണയും അവർ മുന്നോട്ട് പോയിരുന്നത് അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ എന്താണ് ട്രസ്റ്റുമായിരുന്നു അല്ലേ. അത് ഒന്നും ഹൈഡ് ചെയ്യാതെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുക. അതുപോലെ തന്നെ എന്താണ് ട്രസ്റ്റ് അല്ലേ, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിശ്വാസ്യത, അത് രണ്ടും മുഖ്യമാണെന്ന രീതിക്കാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. എവിടെയോ എങ്ങനെയോ എന്തെങ്കിലും ഒളിക്കുകയോ മറക്കുകയോ അതുപോലെ തന്നെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുകയോ ഒക്കെ ആയിട്ടായിരിക്കാം മേ ബി വേർപിരിഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഇതൊരു ഗസ്സാണ്, എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇത്രയും ഇൻ്റർവ്യൂസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് മുഖ്യം അതായിരുന്നു, വേറെ ഒന്നിനെക്കുറിച്ചും അവർ നിർബന്ധം പിടിക്കുന്നില്ല. ഈ ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ എന്താണ് വിശ്വാസ്യതയും അവർക്ക് എന്താ പറയുക നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടായിരിക്കാം അവർ ഡിവോഴ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.